ഓഗസ്റ്റ് 25 21-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായി 23 13 മുതൽ 22 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ കഠിനമായ ഈ വാക്കുകളോടെയാണ്. കപടഭക്തരായ ശാസ്ത്രിമാരെ, ഫരിസേയരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലരുടെ മതനേതാക്കളായിരുന്നു നിയമജ്ഞരും ഫരിസേയരും. ഇത് അവർക്കുള്ള ഒരു കടുത്ത ശാസനയാണ്. ഈ നേതാക്കൾ ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതായിരുന്നു. എന്നാൽ അവരുടെ അഹങ്കാരവും മുൻവിധിയും കൊണ്ട് അവർ ആളുകളെയും തങ്ങളെ തന്നെയും ശിക്ഷയിലേക്ക് നയിക്കുകയായിരുന്നു. അവർ വിശുദ്ധരായി നടിക്കുന്നു. പക്ഷേ പലപ്പോഴും അവർ മറ്റുള്ളവരെ മുതലെടുക്കുന്നു. അവരുടെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും അവരുടെ പ്രസംഗത്തിനെ പ്രതിഫലിപ്പിക്കുന്നില്ല. ദുരിതം എന്നാൽ വലിയ ദുഃഖം, കഷ്ടം എന്നാണ് അർത്ഥം. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുകയും ചെയ്യുന്ന ആളുകളോടുള്ള തൻ്റെ കോപം പ്രകടിപ്പിക്കാൻ യേശു ഉപയോഗിച്ച ശക്തമായ ഒരു പദമാണിത്. തന്നെ ശ്രദ്ധിക്കാത്ത അന്ധരായ വിഡ്ഢികളെയും അന്ധരായ വഴികാട്ടികളെയും യേശു രൂക്ഷമായി വിമർശിക്കുന്നു. അവർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും വ്യക്തപരമായ നേട്ടങ്ങൾക്കും വേണ്ടി ആളുകളെ കൈകാര്യം ചെയ്യുന്നു. ഈ അന്ധ നേതാക്കൾ മറ്റുള്ളവർക്ക് പിന്തുടരാൻ ധാരാളം നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ സങ്കീർണങ്ങളായ നിയമങ്ങൾ പാവപ്പെട്ടവർക്ക് ഭാരമായി മാറുന്നു. എന്നിട്ടും ഈ മതനേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആ നിയമങ്ങൾ പാലിക്കുന്നുമില്ല. മാത്രമല്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കാൻ അവർ പല ഒഴികഴിവുകളും പറയുകയും ചെയ്യുന്നു. അവരുടെ കപടതയ്ക്ക് അവർ കർത്താവിൻ്റെ ശിക്ഷാവിധി അർഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ഫരിസേയനുണ്ട്. നമ്മൾ പറയുന്ന അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുന്നു. യേശുവിൻ്റെ അനുയായികളെന്ന നിലയിൽ അവൻ്റെ ദൗത്യം നമ്മുടെ സ്വന്തം ദൗത്യമായി മാറണം. സ്വർഗരാജ്യത്തിൽ നിന്ന് ആളുകളെ അകറ്റുകയല്ല, മറിച്ച് നയിക്കുകയാണ് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും. ആധുനിക ശാസ്ത്രിമാരും ഫരിസേയരും അല്ലെങ്കിൽ നമ്മുടെ കാലത്തെ അന്ധരായ വഴികാട്ടികളുമായി നാം മാറിയാൽ നമുക്ക് അയ്യോ കഷ്ടം. അതിനാൽ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തെ പ്രവേശിക്കാനുള്ള വഴി തെളിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.